ഹലോ, വെൽക്കം ടു സ്വിസ് യാത്രകൾ. നമ്മുടെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സ്വിറ്റ്സർലൻഡിൽ എത്തിയിട്ട് ഒരു വർഷം കഴിഞ്ഞ ജനുവരിയിലാണ് നമ്മൾ സ്വിറ്റ്സർലൻഡിലോട്ട് വന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് ഇപ്പോൾ മാർച്ച് ആയല്ലോ. അപ്പോൾ ഞാൻ ഓർത്തു ഇവിടെ വന്നിട്ട് നമ്മുടെ ഒരു എക്സ്പീരിയൻസ്, ഈ രാജ്യത്തെക്കുറിച്ചുള്ള നമ്മുടെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. ഇവിടെ ഇപ്പോൾ വിൻ്ററൊക്കെ മാറിട്ടോ, സ്പ്രിംഗ് സീസൺ തുടങ്ങിയിട്ടുണ്ട്. മരങ്ങളിലൊക്കെ പതുക്കെ ഇങ്ങനെ പൂവൊക്കെ ഇട്ട് തുടങ്ങി, കുറച്ച് ലൈറ്റൊക്കെ വന്ന് സണ്ണിനൊക്കെ കാണാൻ തുടങ്ങി, സൺലൈറ്റൊക്കെ കിട്ടി തുടങ്ങി. ആൾക്കാരൊക്കെ പതുക്കെ ഒന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങി തുടങ്ങി. ഒരു എന്താ പറയുക, സണ്ണിനെ കാണുമ്പോൾ നമുക്കിവിടെ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. കാരണം കുറേ മാസങ്ങൾ ഇങ്ങനെ സണ്ണ് കാണാതെ തണുത്ത് വിറച്ചിരുന്നിട്ട് പിന്നെ സണ്ണൊക്കെ കിട്ടി കഴിയുമ്പോൾ, അതുപോലെ തന്നെ അസുഖങ്ങൾ ഫുള്ള് വിൻ്റർ ടൈം ഫുള്ള് ഇങ്ങനെ അസുഖങ്ങൾ തന്നെയായിരുന്നു കേട്ടോ. മാറി മാറി എല്ലാവർക്കും പനി, ചുമ, ഇത് തന്നെയായിരുന്നു ഈ ഒരു വിൻ്റർ മൊത്തമായിട്ട്. നമ്മൾ നാട്ടിൽ നിന്ന് വന്നിട്ട് ജനുവരി ഫസ്റ്റ് വീക്കൊക്കെ ആയപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് വന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഒരു കഴിഞ്ഞ ആഴ്ച വരെയും ഇത് തന്നെയാണ്, ചുമ, ജലദോഷം, പനി. ഞങ്ങൾക്ക് ഇങ്ങനെ മാറി മാറി, എനിക്കും അമ്മൂനും ആയിരുന്നു കൂടുതലായിട്ട് ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴത്തെ വിൻ്ററൊക്കെ മാറി സ്പ്രിംഗ് ഒക്കെ ഏകദേശം തുടങ്ങിയത് കൊണ്ട് കുറച്ചൊരു ആശ്വാസമുണ്ട്. ഇന്നിപ്പോൾ നല്ലൊരു സണ്ണി ഡേ ആണ്. കുറച്ച് വിൻ്റൊക്കെ ഉണ്ട്, എന്നാലും നല്ലൊരു സണ്ണി ഡേ, നല്ലൊരു ക്ലൈമറ്റ് ആണ് ഇന്ന്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കിടന്നാലോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഓർത്തു, എന്ത് പറയുകയാണെങ്കിലും ഒരു നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവുമായിരിക്കുമല്ലോ ഒരു കാര്യത്തിന്. അപ്പോൾ ഞാൻ ഓർത്ത് എന്താണെങ്കിലും നമുക്ക് പോസിറ്റീവോടുകൂടെ തന്നെ തുടങ്ങാമെന്ന് ഓർത്തു കേട്ടോ. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടുത്തെ എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയ കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ എന്താ പറയുക, ഫുഡ് എടുക്കാം. നമുക്ക് നോർമലായിട്ട് എന്താണെങ്കിലും ഫുഡ് നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണല്ലോ. അപ്പോൾ ഫുഡ് തന്നെ എടുക്കാം. ഫുഡ് നമുക്ക് ഇവിടെ നിന്ന് ഷോപ്സ്, നമ്മുടെ സൂപ്പർ മാർക്കറ്റ് അങ്ങനെയൊക്കെ കിട്ടുന്ന വെജിറ്റബിൾസ് ആണെങ്കിലും എല്ലാം നമുക്ക് നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യും. നമുക്കത് ഫുഡ് കഴിക്കുമ്പോൾ തന്നെ ആണെങ്കിലും അതിന് ഒരു എന്താ പറയുക, ടേസ്റ്റിന് തന്നെ ഒരു വ്യത്യാസമുള്ളത്. നമ്മളിപ്പോൾ നമ്മൾ ചെറുപ്പത്തൊക്കെ കഴിച്ചിട്ടുണ്ടാവും, ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ഒരു ടേസ്റ്റൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ നിന്ന് തോന്നിയത് മഷ്റൂമിൻ്റെ കാര്യത്തിൽ കേട്ടോ. ഇപ്പം നാട്ടിൽ പണ്ട് ഞാൻ പാലക്കാട് നിന്നാണ്. അപ്പോൾ നമുക്ക് തൊടിയിലൊക്കെ ഈ മഴയുടെ സമയമൊക്കെ ആവില്ലേ, അപ്പോൾ സാധാരണ പറയും ഇടിവെട്ടിയാൽ കൂണ് മുളച്ച് വരും എന്നൊക്കെ നോർമലി നമ്മുടെ നാട്ടിൽ പറയാറില്ലേ. അപ്പോൾ അങ്ങനെ കൂണ് ഇഷ്ടം പോലെ നമുക്ക് കിട്ടുമായിരുന്നു, മഷ്റൂം. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ മഷ്റൂം വാങ്ങിച്ച് കഴിച്ചപ്പോൾ എനിക്ക് ആ ഒരു പണ്ട് നമ്മൾ കഴിച്ച ആ ഒരു എന്താ നമ്മുടെ പറമ്പിൽ നിന്നൊക്കെ പറിച്ചിട്ട് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തു ഇവിടുന്ന് കഴിച്ചപ്പോൾ. അതൊരു മഷ്റൂമിൻ്റെ കാര്യമായിട്ടോ ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെയാണ് എല്ലാ ഫ്രൂട്ട്സും. നമുക്ക് ഫുഡിൻ്റെ ക്വാളിറ്റി കുറച്ചുകൂടെ ബെറ്റർ ആണെന്ന് എനിക്ക് ഇവിടുന്ന് നമ്മുടെ ഫുഡൊക്കെ വാങ്ങുമ്പോൾ, പ്രത്യേകിച്ച് എനിക്ക് ബാക്കി സംഭവങ്ങൾ നമുക്കങ്ങനെ അധികം അറിയില്ലെങ്കിലും വെജിറ്റബിളും ഫ്രൂട്ട്സൊക്കെ നമുക്ക് കഴിക്കുമ്പോഴൊക്കെ നമുക്ക് പെട്ടെന്ന് ഒരു ടേസ്റ്റ് വ്യത്യാസം വരുന്നത് നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ എനിക്ക് അങ്ങനെ ഇവിടുത്തെ ഫുഡിൽ തോന്നിയിട്ടുണ്ട്, ഒരു ഫുഡിൻ്റെ ക്വാളിറ്റി കുറച്ചുകൂടെ നല്ലതാണെന്നുള്ള കാര്യം എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മറ്റേ പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കുന്നതൊക്കെ കുറച്ച് കുറവൊക്കെ ആയതുകൊണ്ടായിരിക്കാം ആ ഒരു ഫ്രഷ് ഫീല് നമുക്ക് തോന്നുന്നത്. അപ്പോൾ അടുത്തത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിനെ കുറിച്ചാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര പങ്ക്ച്വലാണ് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം. ഇപ്പോൾ നമുക്ക് ഓൺലൈനിൽ തന്നെ നോക്കുവാണെങ്കിൽ നമുക്ക് ഇവരുടെ ആപ്പിൽ നിന്ന് തന്നെ കറക്റ്റ് നമുക്ക് ടൈമിംഗ് ഒക്കെ മനസ്സിലാവും. ഏത് സമയത്താണ് ട്രെയിൻ എത്തുക, ഈവൻ ബസ് എത്തുക, ഇതെല്ലാം നമുക്ക് ആപ്പിൽ നിന്ന് തന്നെ നമുക്ക് അറിയാൻ പറ്റും, ഇതിൻ്റെ ടൈമിംഗ് ഒക്കെ. അപ്പോൾ നമ്മൾ ആപ്പിൽ കാണുന്ന ടൈം എന്താണ്, കൃത്യം ആ സമയത്ത് തന്നെ ബസ് ട്രെയിനൊക്കെ ആണെങ്കിൽ എത്താറുണ്ട്. അപ്പം ട്രെയിനിൻ്റെ കാര്യത്തിൽ ഓക്കെ, എന്താ പറയുക, നമുക്ക് കുഴപ്പമില്ല, വല്ല ട്രാഫിക് ജാം സംഭവമൊന്നുമില്ല. പക്ഷെ ഞാൻ എപ്പോഴും ഈ ബസ്സിൻ്റെ കാര്യമൊക്കെ ഓർക്കുമ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കുക, ഇങ്ങനെ ഇത്ര കൃത്യസമയം ഒരു സെക്കൻഡ് പോലും വ്യത്യാസമില്ലാതെ ബസ്സുകളൊക്കെ എങ്ങനെ എത്തും എന്നുള്ള കാര്യം ഞാൻ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. അത്രയും പങ്ക്ച്വലാണ് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം. അതുപോലെ തന്നെയാണെങ്കിലും പങ്ക്ച്വലാണെന്ന് മാത്രമല്ല, നമുക്കിപ്പോൾ റൂറൽ ആയിട്ടുള്ള ഏരിയാസിലോട്ടാണെങ്കിലും ബസ്സസും ഒക്കെ അവൈലബിൾ ആണ്. നമുക്ക് ട്രാവൽ ചെയ്യാൻ കുറച്ചും കൂടെ ഈസിയാണ് ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം. അത്രയും എഫിഷ്യൻ്റ് ആണ്. നമുക്കിപ്പോൾ കാറില്ലെങ്കിലും നമുക്ക് ഇവിടെ ജീവിക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ, ടൈം കൺസ്യൂമിങ് ആയിരിക്കും, കാരണം നമ്മൾ കാറിൽ പോകുന്ന അത്ര എളുപ്പത്തിൽ അത്രയും നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റില്ല പബ്ലിക് ട്രാൻസ്പോർട്ടിൽ പോവുകയാണെങ്കിൽ. പക്ഷെ
നമുക്ക് എവിടെ വേണമെങ്കിലും പോവാൻ പറ്റും. അതുപോലെ തന്നെ കണക്ഷൻസ് ആണെങ്കിലും ഇപ്പോൾ ട്രെയിനിൻ്റെ സമയം വെച്ചിട്ട് തന്നെ അവിടെ നിന്ന് ബസ് ഉണ്ടാവും. അതുപോലെ അവിടെ നിന്ന് കണക്ഷൻ ആയിട്ടുള്ള ട്രെയിൻ അടുത്ത സ്ഥലത്തോട്ടുള്ളതെല്ലാം കറക്റ്റായിട്ടാണ് ഇവർ ടൈം മാനേജ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഭയങ്കര ക്ലീൻ ആണ് കേട്ടോ. ഇപ്പോൾ ഈവൻ ബസ് ആണെങ്കിലും മെട്രോ ട്രെയിൻ എല്ലാം ഭയങ്കര നീറ്റായിട്ടാണ് അവർ സൂക്ഷിച്ചേക്കുന്നത്. ഈവൻ ഞാനിങ്ങനെ ട്രെയിനൊക്കെ കാണുമ്പോഴാണെങ്കിലും ഇപ്പം നമ്മൾ നാട്ടിലൊക്കെ ട്രെയിനിൽ കയറുവാണെങ്കിലും ഉള്ളിലത്തെ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പൊ പുറത്തൊക്കെ ആണെങ്കിലും അതിന്റെ ഗ്രീസും അതും ഇതൊക്കെ ആയിട്ട് പുറമാണെങ്കിലും കുറച്ചൊക്കെ ഒരു അഴുക്ക് പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ടല്ലോ. പക്ഷെ ഇവിടുത്തെ ട്രെയിൻ എനിക്കറിയില്ല ഇവർ ഇത്രയും ക്ലീൻ ആക്കിയിട്ട് എങ്ങനെ വെക്കുന്നതെന്ന്. ഒരു ഗ്രീസിന്റെ ഒരു ഇതുപോലെ ട്രെയിനിന്റെ പുറത്തോ ഭാഗങ്ങളിലൊന്നും കാണാറില്ല കേട്ടോ. അത്രയും നീറ്റായിട്ടാണ് ഇൻ ആൻഡ് ഔട്ട് ഇവർ ട്രെയിനൊക്കെ സൂക്ഷിക്കുന്നത്. അത് ഭയങ്കര ഒരു എന്താ പറയുക, ഇത്രയും നീറ്റായിട്ട് സൂക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. കാരണം ഇപ്പം നമ്മൾ ക്ലൈമറ്റ് പൊടി അങ്ങനെയൊക്കെ പറയുകയാണെങ്കിലും ഇവിടെ എല്ലാം ഉണ്ടല്ലോ. മഴയുണ്ട്, മഞ്ഞുണ്ട്, പൊടിയുണ്ട്, എല്ലാം ഉണ്ട്. എന്നിട്ടും അത്രയും നീറ്റായിട്ട് തന്നെയാണ് ഇവിടെ അവരത് സൂക്ഷിക്കുന്നത്. അത് നല്ലൊരു അടിപൊളി സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു സ്വന്തമായിട്ട് കാറൊന്നും ഇല്ലെങ്കിലും പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം നമുക്ക് എവിടെ പോകാനാണെങ്കിലും നമുക്ക് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടുത്തെ വർക്കിംഗ് അവേഴ്സ്, ഇപ്പോൾ ജോലി ചെയ്യുന്ന ഏത് ആൾക്കാർക്കാണെങ്കിലും വർക്കിംഗ് അവേഴ്സ് ഭയങ്കര ലിബറലാണ്. അതുപോലെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ആണെങ്കിൽ നമുക്ക് ഇത്ര പെർസെൻറ്റേജ് വർക്ക് ചെയ്യാന്നുണ്ട് കേട്ടോ. 100% വർക്ക് ചെയ്യാം, 80%, 70%. അത് നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് എങ്ങനെ വർക്ക് ചെയ്യാമെന്നുള്ളത്. 100% എന്ന് വെച്ചാൽ നോർമൽ എല്ലാ ദിവസവും നമ്മൾ വർക്ക് ചെയ്യുന്നത് പോലെ തന്നെ വർക്ക് ചെയ്യാം. എല്ലാ ദിവസവും വീക്കെൻഡ് ഓഫ് ആയിരിക്കും, അല്ലെങ്കിൽ ഓഫ് ഡേയ്സ് അങ്ങനെ കിട്ടും. അതല്ലെങ്കിൽ ഇപ്പോൾ ആഴ്ചയിൽ 3 ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ 2 ദിവസം അങ്ങനെയൊക്കെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ പ്രയോറിറ്റിയാണ് നമ്മൾ എത്ര സമയം വർക്ക് ചെയ്യണം എന്നുള്ളത്. നമുക്കത് ഓപ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇവിടെയുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, ഇപ്പോൾ സ്വിറ്റ്സർലൻഡിന്റെ ബോർഡറിലൊക്കെ താമസിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഇപ്പോൾ ഫ്രാൻസ്, ജർമ്മൻ സൈഡ് അങ്ങനെയൊക്കെ താമസിക്കുന്ന ആൾക്കാർ ഇവിടെ ഭയങ്കര എക്സ്പെൻസീവ് ആണ് സാധനങ്ങൾ. ഇപ്പം നമ്മൾ ഈവൻ സൂപ്പർ മാർക്കറ്റിൽ പോവുകയാണെങ്കിലും അതുപോലെ തന്നെ മീറ്റ് അങ്ങനത്തെയൊക്കെ വാങ്ങുകയാണെങ്കിലൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ഈ ബോർഡറിലുള്ള ആൾക്കാർ ഒരുപാട് പേര് ഇവിടെ നിന്ന് ഫ്രാൻസ്, ജർമ്മൻ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് കുറേ ആൾക്കാർ ഷോപ്പ് ചെയ്യാറുണ്ട്. പണ്ടൊക്കെ ഇഷ്ടംപോലെ ഷോപ്പ് ചെയ്യായിരുന്നു. പക്ഷെ ഇപ്പോൾ ലിമിറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്ര ഫ്രാൻസിന്റെ ഉള്ളിൽ വാങ്ങാൻ പറ്റുള്ളൂ, പെർ പേഴ്സൺ ഇത്ര വാങ്ങാൻ പറ്റുള്ളൂ എന്നുള്ള ലിമിറ്റേഷൻസ് ഒക്കെ ഇപ്പൊ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ പണ്ടത്തെക്കാളും അങ്ങനെ പോയി ഷോപ്പ് ചെയ്യുന്നത് അളവ് കുറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. കാരണം ചെക്ക് പോസ്റ്റിലൊക്കെ ചെക്ക് ചെയ്യാറുണ്ട്, ഇങ്ങനെ വെഹിക്കിൾസ് ഒക്കെ വരുമ്പോൾ ചെക്ക് ചെയ്യാറൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പോയി വാങ്ങുന്ന ആൾക്കാരും ഒരുപാട് പേരുണ്ട് കേട്ടോ. നമ്മുടെ ഫ്രണ്ട്സിൽ തന്നെ കുറച്ച് പേരൊക്കെ ഇങ്ങനെ ഫ്രാൻസിലൊക്കെ പോയിട്ട് സാധനങ്ങൾ വാങ്ങാറുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് വാങ്ങുന്നതിനേക്കാളും നല്ല ചീപ്പായിട്ട് അവിടെ നിന്നൊക്കെ പോയിട്ട് വാങ്ങാൻ പറ്റും. പക്ഷെ നമ്മൾ ഇതുവരെ അങ്ങനെ പോയിട്ടില്ല കേട്ടോ. നമ്മൾ ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങാറ്. വേറെ എവിടെയും പോയി നമ്മൾ ഇതുവരെ അങ്ങനെ വാങ്ങിച്ചിട്ടില്ല. നമ്മൾ ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങാറുള്ളത്. പിന്നെ ഒരു കാര്യം, ഇവിടെയുള്ള ആൾക്കാർ നമ്മളിങ്ങനെ നോക്കുമ്പോഴത്തേക്കും കമ്പയർ ചെയ്യല്ല, പക്ഷെ ഭയങ്കര സൈലന്റ് ആയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. ഇപ്പം എന്താ പറയുക, ഇങ്ങനെ ഭയങ്കര ഹാർഷായിട്ട് സംസാരിക്കും. ഇവൺ അവർ സംസാരിക്കുന്നതാണെങ്കിലും പെരുമാറുന്നതാണെങ്കിലും എല്ലാം ഭയങ്കര സൈലന്റ് ആണ്. ഭയങ്കര പൊളൈറ്റ് ഒക്കെ ആയിട്ടാണ് അവർ സംസാരിക്കുന്നതും എല്ലാം. എന്താ പറയാ, മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഇന്ത്യൻസ് ഒക്കെ ആണെങ്കിൽ കുറച്ച് ലൗഡായിട്ടുള്ള ആൾക്കാരാണല്ലോ. ഈവൻ നമ്മൾ സംസാരിക്കുന്നതൊക്കെ കുറച്ച് ലൗഡായിട്ടാണ് അല്ലേ. എപ്പോഴും നമുക്കൊരു എന്താ പറയാ, നമ്മുടെ ചുറ്റും എപ്പോഴും കുറച്ചിങ്ങനെ സൗണ്ടുകൾ ഉണ്ടായിരിക്കും. എപ്പോഴും അങ്ങനത്തെ ഒരു കൾച്ചറും നേച്ചറും ആണല്ലോ നമ്മുടെ ഇന്ത്യൻസിന്റെ. പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ എപ്പോഴും ഭയങ്കര സൈലന്റ് ആയിരിക്കും. എനിക്ക് തോന്നുന്നു ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരാന്ന് തോന്നുന്നുണ്ട് ഇവിടെയുള്ള ആൾക്കാർ. അതുപോലെ തന്നെ അവർ ഡ്രൈവിംഗ് ഒക്കെ ആണെങ്കിലും ഭയങ്കര പേഷ്യൻസ് ആണ് കേട്ടോ. ഇപ്പോൾ ഓപ്പോസിറ്റ് നിന്നൊരു വണ്ടി വരികയാണെങ്കിൽ ഇവിടെ നിർത്തി കൊടുക്കുക. അതുപോലെ തന്നെ റോഡ് ക്രോസ് ചെയ്യാനൊക്കെ ആണെങ്കിലും നമ്മൾ സീബ്ര ലൈനിലൊക്കെ ആണെങ്കിലും നമുക്ക് ഒരു പ്രശ്നവുമില്ല, കണ്ണടച്ച് നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റും. അതുപോലെ എല്ലാ വണ്ടികളും നമുക്ക് നിർത്തിത്തരും. അതുപോലെ ഭയങ്കര റെസ്പെക്റ്റ് ആണ്. ഒരു ഡ്രൈവർ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ കൂടെ റോഡിലുള്ള ബാക്കി ഡ്രൈവേഴ്സിനോട് ഭയങ്കര റെസ്പെക്ട്ഫുൾ ആയിട്ടാണ് അവർ ഡ്രൈവ് ചെയ്യുന്നതൊക്കെ. അത് ഡ്രൈവിങ്ങിന്റെ കാര്യമാണ് കേട്ടോ.
അതല്ലാതെ തന്നെ മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിലും ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത് എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ ആൾക്കാർ ഭയങ്കര പീസ്ഫുൾ, കുറച്ച് സ്ലോവർ ഫേസിലുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫും കുറച്ചങ്ങനെ ഒരു ഹറിബറി ലൈഫ് ഇവിടെ ഇല്ലാത്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. കാരണം എല്ലാം ഭയങ്കര ഒരു സ്ലോ ഫേസിലാണ് എല്ലാ സംഭവങ്ങളും പോകുന്നത്. അത് കൂടുതലും ഇപ്പൊ ദുബായ് എന്നൊക്കെ പറഞ്ഞാൽ ആർക്കും ഒന്നിനും സമയമില്ലാത്ത അങ്ങനത്തെ ഒരു രാജ്യമായിട്ടാണ് UAE എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. അല്ല, എല്ലാവരും വർക്കിംഗ് ആണ്, എല്ലാവരും ഒരു പ്രഷർ കുക്കറിൽ ഇരിക്കുന്ന പോലെയാണ് മിക്കവാറും നമുക്ക് അവിടുത്തെ ഒരു ലൈഫ്. ഒരു സൺഡേ എല്ലാവരും ഫ്രീ ആവുന്നു, അല്ലെങ്കിൽ സാറ്റർഡേ സൺഡേ ഫ്രീ ആവുന്നു. ബാക്കി എല്ലാ ദിവസവും ഒരു പ്രഷർ കുക്കറിൽ ഇരിക്കുന്ന ഒരു ഫീലായിരിക്കും എല്ലാവർക്കും. ഭയങ്കര രാവിലെ നേരത്തെ എണീറ്റ് ഓട്ടം, ജോലി, അങ്ങനത്തെ ഒക്കെ. ഇവിടെ എല്ലാവരും ജോലിക്ക് പോകുന്നുണ്ട്, ഇല്ലാന്നൊന്നുമല്ല. പക്ഷെ എന്തോ ലൈഫ് ഇങ്ങനെ നോക്കി കാണുമ്പോൾ പെട്ടെന്ന് നമ്മളിപ്പോൾ അവിടെ നിന്ന് വന്ന് ഇവിടത്തെയും അവിടത്തെയും കൂടെ എനിക്കിങ്ങനെ നോക്കുമ്പോൾ ഇവിടുത്തെ ലൈഫ് കുറച്ചും കൂടെ ഈസി, സ്ലോ ആയിട്ട് പോകുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. ദുബായത്തെ ലൈഫാണെങ്കിൽ ഭയങ്കര എല്ലാവരും ഓട്ടത്തിൽ, അങ്ങനത്തെ ഒരു ലൈഫായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. പിന്നെയുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ, സൺഡേ ഫുള്ളായിട്ട് ഇവർ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഉള്ള ഒരു ദിവസമാണ്. ബൈബിളിൽ നമ്മൾ വായിച്ചിട്ടില്ലേ, ദൈവം എല്ലാം സൃഷ്ടിച്ച് അവസാനം ഒരു ദിവസം റെസ്റ്റ് എടുത്തു എന്ന്. കറക്റ്റ് അതുപോലെ എനിക്കിവിടെ ഫീൽ ചെയ്യും കേട്ടോ. കാരണം ബാക്കി അത്രയും ദിവസം അവർ അധ്വാനിച്ചിട്ട് ആ ഒരു സൺഡേ എന്ന് പറയുന്ന ദിവസം കംപ്ലീറ്റ് റെസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് സൗണ്ട് ഉണ്ടാക്കാൻ പാടില്ല, ഈവൻ വാക്യൂം ചെയ്യാൻ പാടില്ല, ലൗഡായിട്ട് മ്യൂസിക് ഇടാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ പറയുന്നത്. കാരണം കംപ്ലീറ്റ് ആയിട്ട് അവർ റെസ്റ്റ് എടുക്കുന്ന ഒരു ഭയങ്കര പീസ്ഫുൾ മൈൻഡിലിരിക്കുന്ന ഒരു ദിവസമാണ് സൺഡേ. സൺഡേ എന്ന് വെച്ചാൽ അല്ലെങ്കിൽ തന്നെ ഭയങ്കര സൈലൻസ് ആണ് ഇവിടെ. സൺഡേ പിന്നെ ഒന്നുമില്ല, കംപ്ലീറ്റ് എന്താ പറയുക, നമ്മൾ പിൻ ഡ്രോപ്പ് സൈലൻസ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു അവസ്ഥയാണ് കേട്ടോ. വണ്ടികളും ഇല്ല, ഒന്നുമില്ല, അത്രയ്ക്കും ഭയങ്കര സൈലന്റ് ആയിരിക്കും ഇവിടുത്തെ സൺഡേസൊക്കെ. ഷോപ്സ് എല്ലാം ക്ലോസ്ഡ് ആയിരിക്കും. ചില റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഓപ്പൺ ആയിരിക്കും, അതല്ലാതെയുള്ള എല്ലാ ഷോപ്സും, ഈവൻ മോള് വരെ ഈ സൺഡേസിൽ ക്ലോസ്ഡ് ആയിരിക്കും കേട്ടോ. ഒരു സംഭവവും തുറക്കില്ല ഇവിടെ സൺഡേസിൽ. പിന്നെ ഇവിടുത്തെ ആൾക്കാരുടെ വേറൊരു സംഭവം ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടല്ലോ, ഇവര് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഇവർക്ക്. വിന്ററിലാണെങ്കിൽ പിന്നെ ഫുള്ള് സ്നോയിലുള്ള ആക്ടിവിറ്റീസ് ഒരുപാട് ചെയ്യും. സ്ലെഡ്ജിങ്, സ്കീയിങ്, അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ, സ്നോ വാക്ക്, അങ്ങനത്തെ സംഭവങ്ങൾ വിന്റർ സീസണിലാണെങ്കിൽ അവർ ചെയ്യും ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ആയിട്ട്. സമ്മർ ആണെങ്കിൽ പിന്നെ ട്രക്കിംഗ്, ഹൈക്കിംഗ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. എപ്പോഴും ഇങ്ങനെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ചെയ്യാൻ ഒരുപാട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ് ഇവിടുത്തെ ആൾക്കാരെ നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യും കേട്ടോ. സമ്മർ സീസണൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പാർക്കിലും അതുപോലെ തന്നെ ലേക്ക് സൈഡിലൊക്കെ പോവുകയാണെങ്കിൽ ഫുൾ ആൾക്കാരായിരിക്കും. അപ്പം ഞാൻ ഓർക്കും, ദൈവമേ ഇത്രയും ആൾക്കാർ ഈ സ്വിറ്റ്സർലൻഡിൽ ഉണ്ടോ എന്ന് ഓർക്കും. നമ്മളൊരു വിന്റർ ടൈമിലൊക്കെ പോവുകയാണെങ്കിൽ അത്ര അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല. പക്ഷേ സമ്മറൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നുന്നു കൂടുതലും സണ്ണിൻ്റെ ഒരു എക്സ്പോഷർ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും സമ്മർ ഫുള്ളായിട്ടും ഭയങ്കരമായിട്ട് ഇവർ എൻജോയ് ചെയ്യും കേട്ടോ സമ്മർ ടൈം. നമ്മൾ സൂര്യനൊക്കെ കാണുമ്പോഴത്തേക്കും അയ്യോ ടാൻ അടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഓടുന്ന ആൾക്കാരാണ്. പക്ഷേ സമ്മർ ആയിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർ ഫുള്ള് ഭയങ്കരമായിട്ട് ഇങ്ങനെ പുറത്ത് ഇങ്ങനെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ ആൾക്കാർക്ക്. ഇത്രയും അധികം ഇങ്ങനെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് എൻജോയ് ഇവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ആൾക്കാരുടെ വേറൊരു പ്രത്യേകതയാണ് പങ്ക്ച്വാലിറ്റി എന്ന് പറയുന്നത്. നേരത്തെ ഞാൻ ട്രെയിനിൻ്റെയും നമ്മുടെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ്റെ ഒക്കെ സംഭവം പറഞ്ഞു, അതുപോലെ തന്നെയാണ് ഇവിടുത്തെ ആൾക്കാരും. നമ്മളിപ്പോൾ ഒരു ടൈം പറഞ്ഞാൽ കൃത്യം ആ സമയമാവുമ്പോൾ അവർ നമ്മുടെ ഫ്രണ്ടിലുണ്ടാവും. അത് ഒരു സെക്കൻഡ് അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസം ഉണ്ടാവില്ല. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് എനിക്കറിയില്ല. ഇപ്പം നമുക്കിപ്പോൾ ഇവിടെ എന്തെങ്കിലും ജോലി മീൻസ് ഇപ്പോൾ പ്ലംബിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വർക്ക് വരികയാണെങ്കിൽ നമ്മൾ ഓൾറെഡി അപ്പോയിൻമെൻറ്റ് എടുക്കുമല്ലോ. അപ്പോൾ അവർ പറയും ഓക്കെ 8 മണിയാവുമ്പോൾ ഞങ്ങൾ വരും എന്ന് പറഞ്ഞാൽ കൃത്യം 8 എന്നുള്ളൊരു സമയമാകുമ്പോൾ നമുക്കിവിടെ കോളിംഗ് ബെല്ല് കേൾക്കാൻ പറ്റും. കാരണം 8 അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, കറക്റ്റ് സമയമാകുമ്പോൾ ഉണ്ടായിരിക്കും. അത്രയും പങ്ക്ച്വലാണ് കേട്ടോ അവർ. നേരത്തെയും എത്തില്ല, ലേറ്റ് ആയിട്ടും എത്തില്ല. ആ പറയുന്ന സമയം എന്താണോ കൃത്യം ആ സമയത്തായിരിക്കും അവരെത്തുക. അത്രയും പങ്ക്ച്വലാണ് ഇവിടുത്തെ ആൾക്കാർ. പിന്നെ സ്വിറ്റ്സർലൻഡിൽ താമസിക്കുന്നതുകൊണ്ടുള്ള വേറൊരു വലിയൊരു എന്താ പറയുക, നമുക്ക് കിട്ടുന്ന ഒരു ചാൻസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറേ രാജ്യങ്ങൾ നമുക്ക്
എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും വിത്തൗട്ട് വിസ. ഇപ്പം അതൊരു ഷെങ്കൻ കൺട്രി ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് വിസ ഒന്നും എടുക്കാതെ കുറേ യൂറോപ്യൻ കൺട്രീസ് നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഇവിടെ താമസിക്കുമ്പോൾ കിട്ടുന്ന ഒരു എന്താ പറയുക ഒരു ഗുണമാണ്. വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ നല്ല സേഫ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ് സ്വിറ്റ്സർലൻഡ്. ക്രൈം റേറ്റ് ഒക്കെ ഭയങ്കര കുറവാണ്, ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഉണ്ട്. പക്ഷെ ഭയങ്കര കുറവായിട്ടുള്ള ഒരു രാജ്യമാണ് സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്നത്. ഇവിടെ ഈവൻ എത്ര ചെറിയൊരു കുഞ്ഞു കൊച്ചാണെങ്കിൽ പോലും ഒറ്റയ്ക്കാണ് സ്കൂളിൽ പോകുന്നത്. എല്ലാവരും ഏകദേശം ഒരുപാട് ദൂരമല്ല, മിക്കവാറും കുട്ടികളും നടന്നിട്ടാണ് സ്കൂളിൽ പോവുക. അപ്പോൾ എത്ര കുഞ്ഞു കുട്ടികൾ വരെ നല്ല സേഫായിട്ട് നടന്നിട്ടാണ് സ്കൂളിൽ പോകുന്നത്. അപ്പോൾ തന്നെ നമുക്കറിയാം എന്തുമാത്രം സേഫാണ് ഈ കൺട്രി എന്നുള്ളത്. ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ പോലും നമുക്ക് അത്ര ധൈര്യത്തിൽ കുട്ടികളെ പുറത്തു വിടാൻ പറ്റാത്തൊരു കാലമാണ് അല്ലേ. പക്ഷെ ആ ഒരു ഇതിലൊക്കെ സേഫാണ് സ്വിറ്റ്സർലൻഡ്. അതുപോലെ തന്നെ നൈറ്റ് ടൈം ആണെങ്കിലും നമുക്ക് ഒട്ടും പേടിക്കാണ്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്ന ഒരു കൺട്രിയാണ് സ്വിറ്റ്സർലൻഡ്. അപ്പോൾ സേഫ്റ്റിയുടെ കാര്യത്തിൽ എന്താണ് മുൻപന്തിയിൽ തന്നെ നിൽക്കുന്ന ഒരു രാജ്യമാണ് സ്വിറ്റ്സർലൻഡ്. പിന്നെ വേറൊരു സംഭവം എനിക്ക് തോന്നുന്നു ഞാൻ ഫസ്റ്റ് പറയേണ്ട ഒരു സംഭവം ഇതായിരുന്നു തോന്നുന്നു, ട്രസ്റ്റ്. ഇവിടുത്തെ ആൾക്കാർക്ക് മറ്റുള്ളവരെ ഭയങ്കര വിശ്വാസമാണ്. മറ്റുള്ളവരെ എന്നല്ല, പരസ്പരം ഇവർക്ക് ഭയങ്കര വിശ്വാസമാണ് കേട്ടോ. കാരണം ഞാൻ പണ്ട് ഷോപ്പിങ്ങിന്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടല്ലേ, അതിനകത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ട് നമുക്ക് പേയ്മെന്റ് ഒക്കെ നമുക്ക് തന്നെ ചെയ്യാം. അതിന് നമ്മൾ പ്രത്യേകിച്ച് കൗണ്ടറിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് സാധനങ്ങൾ എടുത്ത് നമുക്ക് തന്നെ പേയ്മെന്റ് ചെയ്തിട്ട് വരാം. അതൊരു ട്രസ്റ്റിന്റെ ഒരു സംഭവം അതിനകത്ത് കിടപ്പുണ്ടല്ലേ. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ പിന്നെ കുഞ്ഞു കുഞ്ഞു ഫ്രൂട്ട്സും അതുപോലെ തന്നെ ചീസ്, ഹോം മെയ്ഡ് ആയിട്ടുള്ള സംഭവങ്ങൾ, അതൊക്കെ ഇങ്ങനെ വിൽക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വീടുകളുടെ ഫ്രണ്ടിലോ അല്ലെങ്കിൽ ഇങ്ങനെ കോമൺ ആയിട്ടൊക്കെ അവർ വെച്ചിട്ടുണ്ടാവും. അവിടെയൊന്നും ആൾക്കാർ നിൽക്കുന്നുണ്ടാവില്ല. അവിടെ ആ സാധനങ്ങളുടെ വില എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പം നമുക്ക് ആവശ്യമുള്ളത് എത്രയാന്ന് വെച്ചാൽ എടുത്തിട്ട് അവിടെ എഴുതി വെച്ചിരിക്കുന്ന ആ വില അവിടെ ഒരു ബോക്സ് ഉണ്ടാവും, അതിലിട്ടിട്ട് നമുക്ക് എടുത്തിട്ട് വരാം. അത്രമാത്രം ഇവരെ ആൾക്കാരെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്കൊരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നില്ല അല്ലേ. നാട്ടിൽ ഞാനൊരു ഷോപ്പ് പോലെ കണ്ടിട്ടുണ്ട് കേട്ടോ, എവിടെയാണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. കുറെ പച്ചക്കറികളും സംഭവങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഷോപ്പ്, നാടൻ പച്ചക്കറികൾ അതൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് എടുത്തിട്ട് പൈസ ഇട്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പിന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടത് ഇപ്പോൾ ഓർക്കുന്നുണ്ട്. ആ സെയിം സിസ്റ്റം കുറേ സ്ഥലത്തുണ്ട് ഇവിടെ. കാരണം അത്രയ്ക്കും വിശ്വാസമാണ് ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും. അവർ നമ്മളെ ചീറ്റ് ചെയ്യില്ല എന്നുള്ളൊരു വിശ്വാസം. അത് ശരിക്കും എന്താ പറയുക, ഈ ഒരു കാലഘട്ടത്തിൽ ഇത്രയും ആൾക്കാരെ വിശ്വസിക്കുന്ന ഒരു രാജ്യം വേറെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അത് ഭയങ്കര ഒരു എന്താ പറയുക അത്ഭുതമായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവരുടെ ആ ഒരു എന്താ പറയുക ഒരു ട്രസ്റ്റ്. ഇനി നമ്മൾ കുട്ടികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ എഡ്യൂക്കേഷൻ ഫ്രീ ആണ്. പബ്ലിക് സ്കൂൾസ് എല്ലാം ഇവിടെ ഫ്രീ ആണ്. അതുപോലെ തന്നെ ഇവിടെ യൂണിഫോം ഇല്ല കേട്ടോ. കുട്ടികൾ നോർമൽ കളർ ഡ്രസ്സിൽ തന്നെയാണ് സ്കൂളിൽ പോകാറുള്ളത്. അപ്പോൾ ഈവൻ അവർക്ക് ഈ സ്കൂൾ സപ്ലൈസ് എല്ലാം ഫ്രീ ആണ് കേട്ടോ. പെൻസിൽ, അവർ യൂസ് ചെയ്യുന്ന പെൻസിൽ, പേന, അതുപോലെ തന്നെ സ്കെയില്, എല്ലാ സംഭവങ്ങളും, ബുക്ക് എന്ന് വെച്ചാൽ നമ്മൾ നാട്ടിൽ ടെക്സ്റ്റ് ബുക്ക്, നോട്ട് ബുക്സ് അങ്ങനെ വാങ്ങുന്ന പോലെ അല്ല കേട്ടോ. ഇവർക്ക് വർക്ക്ഷീറ്റുകളാണ് കൊടുക്കുന്നത്. പിന്നെ നോട്ട് ബുക്സും ഉണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലത്തെ ആ ഒരു സിസ്റ്റം അല്ല. പക്ഷെ ഈ സപ്ലൈസ് ഇതെല്ലാം ഈ സ്കൂളിലേക്കുള്ള എല്ലാ സാധനങ്ങളും ഇവർക്ക് ഫ്രീ ആണ്. അതുപോലെ തന്നെ എഡ്യൂക്കേഷനും ഫ്രീ ആണ് പബ്ലിക് സ്കൂളിൽ. അതുപോലെ സ്കൂളുകൾ ഞാൻ കുറേ വീഡിയോസിൽ അമ്മൂൻ്റെ സ്കൂൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. നല്ല ബിൽഡിങ്ങുകളാണ് കേട്ടോ, നല്ല മോഡേൺ രീതിയിലുള്ള ബിൽഡിങ്ങുകൾ. അതുപോലെ തന്നെ ഇവർക്ക് ക്ലാസ്സിൽ ഐപാഡ് കുട്ടികൾക്ക് അവൈലബിൾ ആണ്. നല്ല എന്താ പറയുക എല്ലാ മോഡേൺ സംഭവങ്ങളും ഉള്ള ക്ലാസ് റൂംസ് ആണ് ഇവർക്കുള്ള. സ്മാർട്ട് ബോർഡ് ആണെങ്കിലും എല്ലാം ഉണ്ട്. ഭയങ്കര എന്താ പറയുക എല്ലാ ന്യൂ ടെക്നോളജീസും ഉള്ള സ്കൂൾസാണ് ഇവിടുത്തെ പബ്ലിക് സ്കൂളുകൾ. അതുപോലെ തന്നെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ അതും ഭയങ്കര സൂപ്പറാണ് കേട്ടോ. നന്നായിട്ടെന്ന് വെച്ചാൽ കുട്ടികൾ ശരിക്കും ആ പഠിക്കുന്ന ഒരു ബേർഡൻ ഇല്ലാണ്ട് എൻജോയ് ചെയ്തിട്ടാണ് കുട്ടികൾ പഠിക്കുന്നത്. പിന്നെന്ന് വെച്ചാൽ സ്കൂൾ ഫ്രീ ആണെന്ന് പറഞ്ഞല്ലോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുട്ടികൾക്ക് നമുക്ക് എല്ലാ മാസവും എന്താ പറയുക സബ്സിഡി ഫോർ ചിൽഡ്രൻ ഉണ്ട്. നമുക്ക് ഒരു കുട്ടിക്ക് ഇത്ര എമൗണ്ട് എന്ന് വെച്ചിട്ട് ഗവൺമെന്റിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് പൈസ കിട്ടും. അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട് കേട്ടോ ഇവിടുത്തെ വേറൊരു കാര്യം. അത് എനിക്ക് കുറച്ചൊരു എന്താ പറയുക എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷെ എനിക്ക് കുറച്ചും കൂടെ ഇതായിട്ട് തോന്നിയിട്ടുള്ള സംഭവമാണ്. ഇവിടെ എന്ത് സാധനവും
ബൈ പോസ്റ്റേ നമുക്ക് കിട്ടുള്ളൂ. മെയിൽ വരും, എന്താണെങ്കിലും നിങ്ങൾക്ക് മെയിൽ വരും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് മെയിൽ വരും എന്ന് കേൾക്കുമ്പോൾ ഞാൻ നമ്മുടെ ഇമെയിലാണ് ഓർക്കുന്നത്. പക്ഷെ അതല്ല, നമുക്ക് എല്ലാം ത്രൂ പോസ്റ്റ് ഓഫീസാണ്, എല്ലാം ലെറ്റർ ആയിട്ടാണ് നമുക്ക് വരും. ഈവൻ നമ്മുടെ കറണ്ട് ബില്ലാണെങ്കിലും വൈഫൈയുടെ ബില്ലാണെങ്കിലും ബാങ്കിൻ്റെ എന്ത് സ്റ്റേറ്റ്മെൻറ്റ്, നമ്മുടെ റെൻറ്റ്, എന്ത് സംഭവമാണെങ്കിലും, എത്ര ചെറിയൊരു സംഭവമാണെങ്കിൽ പോലും നമുക്കത് ഈ പോസ്റ്റ് വഴിയാണ് വരിക. അപ്പോൾ അത് കുറച്ചൊരു ആ സംഭവം നടക്കുന്നത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്കൊരു മെയിൽ അയച്ചാൽ നടക്കുന്ന കാര്യം നടന്നു കിട്ടാൻ നമുക്ക് അവർ ആ ലെറ്റർ അയച്ച് നമുക്കത് കിട്ടി, നമ്മൾ അതിന് പിന്നെ റിപ്ലൈ അയച്ച്, അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സംഭവം നടക്കുന്നത്. അപ്പോൾ അതെനിക്ക് കുറച്ചൊരു കുറച്ചും കൂടെ എനിക്കൊണ്ട് ഇവിടുത്തെ ഒരു പോസ്റ്റൽ സിസ്റ്റം നിലനിർത്താൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്നതാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇവിടെ വരുന്നത് ത്രൂ പോസ്റ്റ് ഓഫീസ് വഴിയാണ്. എല്ലാം നമുക്കിങ്ങനെ പോസ്റ്റ് വരും. ഇപ്പം അമ്മുവിൻ്റെ സ്കൂളിൽ നിന്നുള്ള ലെറ്റർ, സ്കൂളിൽ നിന്ന് ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ അവർക്ക് പാസ് ചെയ്യണമെങ്കിലും, നോർമലി നമ്മുടെ സ്കൂൾസിൽ എന്ന് വെച്ചാൽ നമുക്ക് വാട്സാപ്പ് മെസ്സേജ് വരും, അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് ഇപ്പോൾ അമ്മുവിന് ദുബായിൽ നിന്നാണെങ്കിൽ നോർമലി ടീച്ചർ വാട്സാപ്പ് മെസ്സേജ് ഇടും, അല്ലെങ്കിൽ ഇവരുടെ കയ്യിൽ തന്നെ അതിൻ്റെ ലെറ്റർ കൊടുത്തു വിടും, അങ്ങനെയൊക്കെ ചെയ്യാറ്. പക്ഷെ ഇവിടുത്തെ സിസ്റ്റം എന്ന് വെച്ചാൽ എന്തൊരു സംഭവം ഉണ്ടെങ്കിലും അതിന് ലെറ്റർ നമുക്ക് ബൈ പോസ്റ്റാണ് കിട്ടുക. അപ്പം ഇത്രയും സംഭവങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് ഏകദേശം ഒരു പോസിറ്റീവ് ആ ഒരു വൈബിലുള്ള സംഭവങ്ങളാണ്. ഇനി എനിക്ക് കുറച്ചും കൂടെ ഒരു നെഗറ്റീവ് പറയാൻ പറ്റുമെന്നറിയില്ല, പക്ഷെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഏറ്റവും ഫസ്റ്റ് മോസ്റ്റ് എക്സ്പെൻസീവ് കൺട്രി ഇൻ ദ വേൾഡ്, അത് തന്നെയാണ്. എവിടെ നമ്മൾ എങ്ങനെ നോക്കിയാലും എക്സ്പെൻസീവ് ആയിരിക്കും. ഈവൻ അപ്പോൾ എല്ലാവരും പറയും നിങ്ങൾക്ക് അത്രയും സാലറി കിട്ടുന്നുണ്ടല്ലോ, സാധനങ്ങൾ എക്സ്പെൻസീവ് ആവുന്നത് പോലെ തന്നെ ഇത്രയും കൂടുതൽ സാലറി കിട്ടുന്ന ഒരു രാജ്യമാണല്ലോ എന്നാണ് ഞാനിങ്ങനെ ഞാൻ അങ്ങനെ സംസാരിക്കുമ്പോൾ പറയും ഭയങ്കര എക്സ്പെൻസീവ് ആണ്, ഇതിന് ഇത്രയായി ഇങ്ങനെയൊക്കെ ഞാൻ അങ്ങനെ പറയുമ്പോൾ അതുപോലെ തന്നെ സാലറി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ എന്നുള്ള ചോദ്യം. സത്യമാണ്, സാലറി കിട്ടുന്നുണ്ട്. പക്ഷെ ആ സാലറി കിട്ടുന്നതും നമ്മൾ ഇവിടുത്തെ ചെലവുകളാവുമ്പോൾ അത് കറക്റ്റ് ഇതായി പോവും. ഓക്കെ, അത്രയാണ് നമ്മുടെ ആ സാലറി കിട്ടുന്ന പോലെ തന്നെയാണ് റെൻറ്റ്, ഗ്രോസറി, ഇൻഷുറൻസുകൾ എല്ലാം. ഇപ്പം നമ്മുടെ മെഡിക്കൽ ഇൻഷുറൻസ്, ബാക്കി നമ്മൾ എടുക്കുന്ന ഇൻഷുറൻസുകൾ, ടാക്സ് എല്ലാം ഉണ്ട്. അപ്പോൾ എക്സ്പെൻസീവ് ആണെന്നുള്ളത് ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഈവൻ ഇവിടെ കൂടുതലും ആൾക്കാർ, എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ആൾക്കാരൊക്കെ ആണെങ്കിലും മിക്കവാറും ഒരാൾക്കാരാണ്, ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിലും ഒരാളായിരിക്കും വർക്കിംഗ്, മറ്റേ ആൾ വർക്കിംഗ് ആയിരിക്കില്ല. കാരണം കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ട്. കാരണം കുട്ടികളെ എവിടെയെങ്കിലും നമ്മളിപ്പോൾ ഒരു ഡേ കെയറിലൊക്കെ കൊണ്ടാക്കുവാണെങ്കിലും അതും ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. പിന്നെ രണ്ടുപേര് വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ടാക്സും അതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒരാൾ വർക്ക് ചെയ്യുന്നത് തന്നെ ആയിരിക്കും ബെറ്റർ എന്ന് കുട്ടികൾ. ഇപ്പോൾ കുറച്ചുകൂടി വലുതായി കഴിഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷെ കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ അതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു ഇവിടുത്തെ ആൾക്കാർ ചിന്തിക്കുന്നത്. അതുകൊണ്ട് കുറേ ആൾക്കാർ ഇങ്ങനെ സിംഗിളായിട്ട് ഏതെങ്കിലും ഒരു പാരന്റ് ആയിരിക്കും വർക്കിംഗ് ആയിട്ടുണ്ടാവുക. അല്ലെങ്കിൽ പിന്നെ അവർ വർക്ക് ചെയ്യുന്ന, ഞാൻ നേരത്തെ പറയുന്നത് നമുക്ക് നമ്മുടെ പേഴ്സൻറ്റേജ് ചൂസ് ചെയ്യാൻ പറ്റുമെന്ന്. അങ്ങനെ ഇപ്പോൾ സ്കൂൾ ടൈമിൽ കുട്ടികൾ സ്കൂളിൽ പോകുന്ന ടൈമിൽ അങ്ങനെയൊക്കെ ആണ് വർക്ക് ചെയ്യാൻ ഇവിടുത്തെ ആൾക്കാർ നോക്കുന്നത്. ഇവിടുത്തെ ഒരു കൾച്ചർ, കാരണം ഇവിടുത്തെ ആൾക്കാരെ കുറിച്ച് എനിക്ക് കൂടുതലും തോന്നിയിരിക്കുന്നത് ഇവരുടെ ട്രഡീഷൻ ഇവർ ഒട്ടും കൈവിടാതെ കൂടെ കൊണ്ടു നടക്കുന്ന ആൾക്കാരായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം ഇവർ ജീവിക്കുന്നത് ഒരു മോഡേൺ രീതിയിലാണ്, എല്ലാ ആധുനിക സൗകര്യങ്ങളും അവർക്കുണ്ട്, അങ്ങനെയാണ് ജീവിക്കുന്നത്. പക്ഷെ എന്നാലും അവരുടെ കുറേ ട്രഡീഷൻസ് ഉണ്ടല്ലോ, അതൊന്നും കൈവിടാതെ അവർ എല്ലാം അതുപോലെ സൂക്ഷിച്ച് കൊണ്ടുപോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഭയങ്കര നെഗറ്റീവ്, ഞാനിപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നത് ലാംഗ്വേജ് തന്നെയാണ്. കൂടുതലും ആൾക്കാരും ഇംഗ്ലീഷ് സംസാരിക്കില്ല, ഫ്രഞ്ച് തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ എവിടെയെങ്കിലും പോകാനാണെങ്കിലും, ഈവൻ ഹോസ്പിറ്റലിൽ നമുക്കിപ്പോൾ ഒരു അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യാനൊക്കെ ആണെങ്കിലും ശരിക്കും ഒരു ഫസ്റ്റ് അത് ആലോചിക്കുമ്പോൾ തന്നെ ഫസ്റ്റ് ഒരു ടെൻഷനാണ്, അയ്യോ ഫ്രഞ്ച്, ഒരു ബാരിയർ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അത് നമ്മളിപ്പോൾ പഠിക്കാൻ പഠിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാലും അത് എപ്പോഴും ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം തന്നെ ഒരു പേടിയാണ് വരും. ഇപ്പം എന്തൊരു കാര്യത്തിൽ നമ്മൾ പോവാന്ന് പറയുമ്പോഴും ലാംഗ്വേജ്, ഇപ്പം എന്നെ സംബന്ധിച്ചിട്ടാട്ടോ ഞാൻ പറയുന്നത്, ലാംഗ്വേജൊക്കെ പെട്ടെന്ന് പഠിച്ചെടുത്ത് എല്ലാം ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചുള്ള കാര്യം ഞാൻ പറയുന്നത്, എവിടെയെങ്കിലും ചെല്ലുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കാനൊക്കെ
എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ തന്നെ ഞാൻ ചെയ്യണമല്ലോ എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ഫസ്റ്റ് ആലോചിക്കുന്നത് അയ്യോ ഒരു ലാംഗ്വേജ് ബാരിയർ എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ ഇവിടുത്തെ ആൾക്കാർ ഭയങ്കര റിസേർവ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കങ്ങനെ എന്താ പറയുക മിങ്കിൾ ചെയ്യാനൊക്കെ എന്താ പറയുക ഭയങ്കര കൂളായിട്ട് നമുക്കങ്ങനെ പോയി മിങ്കിളാവാനൊന്നും പറ്റില്ല ഇവിടുത്തെ ആൾക്കാരായിട്ട്. അതിപ്പോൾ എങ്ങനെയാണെങ്കിലും ഉണ്ടാവുമല്ലോ. ഇപ്പം നമ്മൾ നാട്ടിൽ നിന്ന് നമ്മുടെ അതിഥി തൊഴിലാളികളോട് നമ്മൾ പോയി മിങ്കിളാവാറില്ലല്ലോ, അതുപോലെ തന്നെ ആയിരിക്കും ഇവിടെ. അപ്പോൾ പക്ഷേ എന്ന് വെച്ചാൽ ഇപ്പം നമ്മളിപ്പോൾ കൊളീഗ്സ് ആണെങ്കിലും അങ്ങനെയൊന്നും നമുക്കൊരു പ്രശ്നമില്ല കേട്ടോ. അതല്ലാണ്ട് ഇപ്പോൾ ഒരു പരിചയം ഇല്ലാത്ത ഒരാളായിട്ട് നമുക്ക് മിങ്കിള് ആവാൻ ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരിതോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ക്ലബ്ബ്, ഇപ്പോൾ അമ്മ ആണെങ്കിലും കുറേ ഇങ്ങനെ സ്പോർട്സിൻ്റെ ഒക്കെ പോകുന്നുണ്ട്, ഷീച്ചേട്ടനാണെങ്കിലും ഇങ്ങനെ ബാഡ്മിൻ്റൻ്റെ ക്ലബ്ബിലുണ്ട്. അവിടെ ഒന്നും ഒരു പ്രശ്നമില്ല. അവിടെയൊക്കെ അവർ നമ്മൾ അവരോട് എന്താ പറയുക പെരുമാറുന്നതിനേക്കാളും സൂപ്പറായിട്ടും അടിപൊളിയായിട്ടായിരിക്കും അവർ നമ്മളോട് പെരുമാറുന്നതും. എന്താ പറയുക നമ്മളെ ഇഷ്ടപ്പെടുന്നതൊക്കെ ഒരു ഇങ്ങനെ വേറെ വ്യത്യാസങ്ങളോ സംഭവമൊന്നുമില്ല. പക്ഷെ അതൊന്നും അല്ലാണ്ട് നമ്മൾ അങ്ങോട്ട് എന്താ പറയുക ആ ഒരു ഗ്രൂപ്പിൽ നമ്മളുണ്ടെങ്കിൽ അവരെ പോലെ തന്നെ നമ്മളെയും അവർ പരിഗണിക്കും. അതല്ലാതെ നമ്മൾ അങ്ങനെ ഒരു ഗ്രൂപ്പിലൊന്നും ഇല്ല എന്നുള്ളൊരു അവസ്ഥയാണെങ്കിൽ എപ്പോഴും നമ്മൾ ആ ഒരു എന്താ പറയുക നമുക്ക് ആ ഒരു ഫീൽ ചെയ്യും നമുക്കത് കറക്റ്റായിട്ട്. പിന്നെ എനിക്ക് എന്താണ് ഇവിടുത്തെ ലൈഫ് കുറച്ചും കൂടെ എന്താ പറയുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ലോ ലൈഫാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കുറച്ചും കൂടെ ഒരു ബോറിങ് ലൈഫ് പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. കാരണം എന്താ പറയുക ഇപ്പോൾ UAE ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കുറച്ചൊരു അടിപൊളി വൈബുള്ള ഒരു കൺട്രി അല്ല, കുറച്ചിങ്ങനെ ഒരു സ്ലോ ഫേസ് ആയിട്ട് അങ്ങനെയൊക്കെ പോകുന്ന ഒരു കൺട്രിയാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു ബോറിങ് ലൈഫായിട്ട് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെയുള്ള കാര്യം സൺഡേസ് നമുക്ക് ഒന്നും വാങ്ങാൻ പറ്റില്ല. അത് ഒരു ഭയങ്കര എന്താ പറയുക ഇവിടുത്തെ എന്തെങ്കിലും മാറ്റണോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് ഫസ്റ്റ് പറയാനുള്ളൊരു സംഭവം ഇതായിരിക്കും. കാരണം സൺഡേ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പെട്ടെന്നൊരു ആവശ്യങ്ങൾ വന്നാലോ എന്തെങ്കിലും വന്നാലൊക്കെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അത്രയും ഭയങ്കര ക്ലോസ്ഡ് ആയിട്ടുള്ള ഇതാണ് സൺഡേ. പിന്നെ വേറൊരു സംഭവം നൈറ്റ് ലൈഫ് ഇല്ലാത്ത ഒരു കൺട്രിയാണ് സ്വിറ്റ്സർലൻഡ്. ഒരു 6 മണി 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാവരും അവരവരുടെ കാര്യമൊക്കെ കഴിഞ്ഞ് വീടുകളിലായിട്ടുണ്ടാവും. പിന്നെ അങ്ങനെ ഒരു നൈറ്റ് ലൈഫ് ഒന്നും അധികം ഇല്ല. ഇപ്പോൾ ദുബായിലാണെങ്കിൽ പകല് ഉള്ളതിനേക്കാളും കൂടുതൽ ആൾക്കാർ പുറത്തിറങ്ങുന്നത് നൈറ്റാണ്. നൈറ്റ് ലൈഫ് ഭയങ്കര കൂടുതലുള്ള, കാരണം എനിക്ക് തോന്നുന്നു ഉറങ്ങാത്തൊരു രാജ്യമായിരിക്കും UAE. കാരണം ഏത് സമയത്തും ആൾക്കാരുണ്ടാവും. ഈവൻ നമ്മൾ താമസിച്ച സമയത്ത് ഒരു കോർണിഷ് സൈഡിലാണ് നമ്മൾ താമസിച്ചിട്ടുണ്ടായത്. അപ്പോൾ ഏത് രാത്രി നമ്മൾ നോക്കിയാലും രാത്രി 1 മണി 2 മണി 3 മണിക്ക് നോക്കിയാലും ആ കോർണിഷ് സൈഡിൽ ആൾക്കാർ ജോഗ് ചെയ്യുന്നുണ്ടാവും, എക്സസൈസ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ അവിടുത്തെ ബെഞ്ചിൽ വന്ന് ഇരിക്കുന്നുണ്ടാവും. അങ്ങനെ ഭയങ്കര നൈറ്റ് ലൈഫ് ഒരുപാട് ഉണ്ടായിരുന്നൊരു രാജ്യമാണ് UAE. പക്ഷെ ഇവിടെ ഒട്ടും നൈറ്റ് ലൈഫ് നമുക്ക് ഇല്ലയെന്ന് തന്നെ പറയാം. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ എക്സ്പീരിയൻസ് എന്നല്ല, ഈ ഒരു വർഷം ഇവിടെ താമസിച്ചിട്ട് ഈ ഒരു രാജ്യത്തെക്കുറിച്ച് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ നമുക്ക് എപ്പോഴും വേറൊരു രാജ്യത്ത് താമസിക്കുമ്പോൾ ആ രാജ്യത്തെക്കുറിച്ച് അറിയാനൊക്കെ നമുക്കൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ചെയ്തത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൽ ഇനി എന്തെങ്കിലുമൊക്കെ ഞാനിപ്പോൾ തെറ്റെന്ന് പറയാനില്ല, കാരണം എൻ്റെ ഒരു ഇതാണല്ലോ പറയാം, എൻ്റെ അഭിപ്രായം അല്ലെങ്കിൽ എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. മറ്റൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ ബൈ.